പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്രത്തോളം ശുഭസൂചകമല്ല. വമ്പൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇറാനും അമേരിക്കയും നടത്തുന്നത് എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഏത് നിമിഷവും ഇറാന് നേരെ ഒരു ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇറാൻ തീരത്തേക്ക് പടക്കപ്പലുകളെയും B-2 ബോംബർ ഫൈറ്റർ ജെറ്റുകളെയും ഒക്കെ അമേരിക്ക വിന്യസിച്ചതിന് പിന്നാലെ കൂടുതൽ പടയൊരുക്കങ്ങൾ നടത്തുകയാണ് ഇറാനും. ഇറാനുള്ളിൽ നിരവധിയിടങ്ങളിൽ നിരവധി ഭൂഗർഭ അറകളിലൊക്കെ തന്നെ മിസൈൽ ലോഞ്ചറുകൾ ഇതിനകം തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. 1400 കിലോമീറ്റർ ദൂരപരിധിയിൽ ആക്രമിക്കാൻ ശേഷിയുള്ള ഖാദർ മിസൈൽ അടക്കമുള്ളവയാണ് മിസൈൽ ലോഞ്ചറുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരാക്രമണം ഉണ്ടായാൽ അമേരിക്കയല്ല ഇസ്രായേലിനെ തന്നെ തിരിച്ചടിക്കണമെന്നുള്ളതാണ് ഇറാന്റെ നിലവിലുള്ള നിലപാട്. അമേരിക്കയുടെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇറാൻ. ആണവ പദ്ധതി സംബന്ധിച്ച കരാറിൽ ഒപ്പിടണമെന്നായിരുന്നു അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആവശ്യം. അത് സമ്മതമല്ല എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഹൂതികളെ സഹായിക്കരുത്, ഹൂതികളുമായി ആയുധങ്ങൾ പങ്കിടരുത്, ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകരുത്, അത് ചെങ്കടലിലും അതുപോലെ തന്നെ ഗൾഫ് കടലിടുക്കിലുമടക്കമുള്ള ചരക്ക് കപ്പലുകളെ ആക്രമിക്കാൻ ഹൂതികൾ ഉപയോഗിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പും അമേരിക്ക ഇറാന് നൽകിയിരുന്നു. എന്നാൽ ഈ രണ്ട് മുന്നറിയിപ്പുകളെയും പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇറാൻ എന്ന രാജ്യം. ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു. ഞങ്ങളുടെ ആണവ പദ്ധതി എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്. അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ അമേരിക്ക തലയിടേണ്ടതില്ല. ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തി ഞങ്ങളെ കൊണ്ട് ആ കരാറിൽ ഒപ്പിടിവിക്കാമെന്ന് ഒരിക്കലും അമേരിക്ക കരുതേണ്ട. അങ്ങനെ ഞങ്ങളിൽ അധിക സമ്മർദ്ദം ചെലുത്തിയാൽ അമേരിക്കയും ഇസ്രായേലിനെ ഞങ്ങൾ ഒരേ സമയം ആക്രമിക്കും. ഒരു യുദ്ധത്തിന് എല്ലാ തരത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു യുദ്ധത്തിന് ഇറാന് യാതൊരു മടിയുമില്ല. അത് ലോകത്തെ ഏത് രാജ്യത്തിനെതിരെ ആയാലും അമേരിക്കയെ ഇറാൻ ഭയപ്പെടുന്നില്ല. ഇറാന്റെ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും സജ്ജമായിരിക്കുന്നു. ഇറാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വൻതോതിൽ ആയുധങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു യുദ്ധത്തിന് ഇറാൻ എല്ലാ തരത്തിലും തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു യുദ്ധം ആണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ആരംഭിച്ചാൽ, അമേരിക്കയുമായി ഒരു യുദ്ധം ആരംഭിച്ചാൽ റഷ്യയും ഉത്തര കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത് അമേരിക്കയും കൃത്യമായി അറിയാം. ഇറാനെതിരെ ഒരു ആക്രമണം നടത്തിയാൽ റഷ്യ സ്വാഭാവികമായും അതിൽ ഇടപെടും. അങ്ങനെ ഇടപെട്ടാൽ റഷ്യയുമായി യുദ്ധം നടത്തേണ്ടി വരും. അത് മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് പരിണമിക്കും. ഇതാണ് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതേസമയം ഇസ്രായേലിനെ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കുക, അതാണ് അമേരിക്കയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. നേരത്തെ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ചർച്ചയായിരുന്നു. അന്ന് ഇറാനെ ആക്രമിക്കാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം ഇസ്രായേലിന് അമേരിക്കയും ട്രംപും നൽകിയതാണ്. എന്നാൽ അല്പം സാവകാശമെടുത്തു മതി എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങിയത്. അതുമാത്രവുമല്ല, ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്നുള്ള ഒരു ഭീതി ഇറാനും വന്നു ചേർന്നു. അതിന് പിന്നാലെ ഹൂതികളെ പിന്തുണയ്ക്കുന്നത് ഒരു പരിധിവരെ ഇറാൻ കുറച്ചു. അതുമാത്രവുമല്ല, ഹൂതികളുടെ ആക്രമണം തന്നെ പിന്നീട് ഒറ്റപ്പെട്ട ആക്രമണമായി മാറി. എന്നാൽ കഴിഞ്ഞ 1-2 ആഴ്ചക്കിടയിൽ ഇസ്രായേലിനെ അല്ല, വൻതോതിൽ അമേരിക്കയുടെ പടക്കപ്പലുകളെയാണ് ഹൂതികൾ ലക്ഷ്യം വെച്ചത്. പ്രത്യേകിച്ച് ഹാരിയസ് ട്രൂമാൻ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ അഭിമാന സ്തംഭമായിട്ടുള്ള പടക്കപ്പലിനെ ചെങ്കടലിൽ പലതവണ 7 തവണയിലധികം ആക്രമിച്ചു ഹൂതികളുടെ ഡ്രോണുകൾ. അങ്ങനെ ഹൂതികൾക്ക് നേരെയുള്ള തിരിച്ചടിക്ക് അമേരിക്ക വലിയ പ്രാധാന്യം നൽകി. എന്നാൽ ഹൂതികൾക്ക് നേരെ പലവട്ടം ആക്രമണം നടത്തിയിട്ടും അതിൽ ഇടപെടാൻ ഇറാൻ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാനെതിരെ ഒരു ആക്രമണത്തിന് അമേരിക്കയ്ക്ക് അവസരം കിട്ടിയില്ല. ഇപ്പോഴും ഹൂതികളെ പിന്തുണച്ച് ഒരു തരത്തിൽ പോലും ഇറാൻ രംഗത്ത് വന്നിട്ടില്ല. ഹൂതികളെ നിരന്തരമായി ആക്രമിച്ചിട്ടും
പ്രകോപനപരമായ ഒരു വാക്ക് പോലും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ അവസരത്തിലാണ് അടുത്ത ലക്ഷ്യം ഇറാനാണ് എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിന് പിന്നാലെ അമേരിക്കയെ വെല്ലുവിളിച്ച്, ട്രംപിനെ വെല്ലുവിളിച്ച് ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നു. ഇത് തന്നെ അവസരമെന്ന് കണ്ടുകൊണ്ട് അമേരിക്ക തങ്ങളുടെ പടക്കപ്പലുകളെയും തങ്ങളുടെ B-2 ബോംബർ ജെറ്റുകളെയും ഒക്കെ ഇറാന്റെ അതിർത്തികളിൽ വിന്യസിപ്പിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിന് പിന്നാലെ ഇറാനും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. ഇറാൻ തങ്ങളുടെ ഭൂഗർഭ ബങ്കറുകളിൽ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ മിസൈൽ ലോഞ്ചറുകളും ഇതിനകം സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. 1200 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മികച്ച ഖാദർ മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള മിസൈൽ ലോഞ്ചറുകളാണ് ഇതിനകം തന്നെ തങ്ങളുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ, വിവിധ ഭാഗങ്ങളിൽ ഇറാൻ സജ്ജീകരിച്ചിരിക്കുന്നത്.